ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കടയിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ബോർഡാക്കി എടുക്കണം. അപ്പോൾ കുറേയൊക്കെ ബോർഡടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് ബോർഡടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തവും ബോർഡടിച്ച് തീർന്നില്ലായിരുന്നു. അപ്പോൾ ബോർഡുകളെല്ലാം കട്ട് ചെയ്ത് കണ്ട് അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുകയും അതിൽ ഹോള്, കെട്ടൽ എല്ലാം ഒന്നിച്ച് ചെയ്ത് വെച്ച് നമുക്കിരുന്ന് ബോർഡടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അതങ്ങനെ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പാക്കിങ്ങും ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാ, എല്ലാവരുടെയും റാഹത്താണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും കച്ചവടം പടച്ചോൻ ബർക്കത്താക്കി തരട്ടെ. അപ്പോൾ രാത്രി ഞാൻ 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അത് മൊത്തം ഇരുന്ന് ചെയ്യുന്നതെല്ലാം കാണിച്ചത്. അപ്പോൾ ഇത് പിറ്റേ ദിവസം നമ്മൾ കടയിലേക്ക് കൊടുക്കാനായിട്ട് പോകുമ്പം അതിലെല്ലാം ഡേറ്റും ഇതൊക്കെ സീല് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് പട്ടാമ്പിയിൽ നിന്നൊരു താത്ത ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താത്ത നമ്മുടെ വീഡിയോ കണ്ട് ബിസിനസ് തുടങ്ങി. അൽഹംദുലില്ലാ, അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടെന്നാണ് അറിയിച്ചത്. എന്തായാലും അൽഹംദുലില്ലാ, സന്തോഷം. അപ്പോൾ ഞാൻ ഹോൾസെയിൽ കടയിലേക്കും അതായത് അല്ലാതെ റീറ്റെയിലായിട്ടും സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റീറ്റെയിൽ കൊടുക്കുന്ന കണക്ക് നമുക്ക് റേറ്റിൽ ഹോൾസെയിൽ ഷോപ്പിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മുന്നേ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. റീറ്റെയിൽ ഷോപ്പിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി റേറ്റ് കുറച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ അല്ലാതെ കടകളിലേക്കാണ് എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കടകളിലൊക്കെ ഈ ബോർഡ് ഐറ്റംസ് കിടക്കുന്നുണ്ടുകൊണ്ട് ഈ ഒരു പേരിൻ്റെ ഇത് ചോദിച്ചിട്ട് നമ്പർ മേടിച്ച് കുറേ പേരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഓർഡറുകളൊക്കെ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ യൂട്യൂബിലെ വീഡിയോകൾ കണ്ടിട്ടും കുറേ പേര് വിളിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് അല്ലാതെയൊക്കെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചാനലിൽ നിന്ന് നമ്പർ മാറ്റിയത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കുറേ പേര് പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇപ്പോഴും ഡീറ്റെയിൽസ് തരുമോ, എങ്ങനെ ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ പഴയ വീഡിയോസൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബോർഡ് ഐറ്റംസ് മാത്രമല്ലാതെ കുറച്ച് 1/4 കിലോ ഇതിൻ്റെയൊക്കെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഐറ്റംസ് എല്ലാം സെഞ്ചിയിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മേലാമുറിയിൽ നമ്മളുടെ കടകളിൽ കൊണ്ട് വെക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഐഷ സ്റ്റോറ്. അപ്പോൾ ഐഷ സ്റ്റോറിൽ ചെറിയ നാരങ്ങ മിഠായിയൊക്കെ ഞാനാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇത് മൊത്തം മിഠായികളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി മിഠായികളൊക്കെ ഉണ്ട്. ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി സപ്ലൈക്കാർ ഇവിടെ നിന്നാണ് കൂടുതലും മിഠായികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി മിഠായികളാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് മിഠായികളൊക്കെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. സന്തോഷം. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നത് ഈ ഐഷ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് സാധനങ്ങൾ എത്തിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് പാലക്കാട് ജില്ലയിൽ അല്ലാത്തവരാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ അയച്ചു തരാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല അവർക്ക്. അത്യാവശ്യം അവിടെ തന്നെ നല്ല രീതിയിലുള്ളൊരു കച്ചവടമുണ്ട്. അപ്പോൾ അതിൻ്റെ പാർസൽ അയക്കാനുള്ള ഇതും സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് വന്ന് ആർക്ക് വേണമെങ്കിലും അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് പോയി കടയിൽ സാധനങ്ങളൊക്കെ തീരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളുടെ നാരങ്ങ മിഠായി തീർന്ന് കിടക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള നാരങ്ങ മിഠായി അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.